ജീവിതത്തിലെ ഒരു പ്രത്യേകതകളുമില്ലാത്ത ഒരു സാധാരണ ദിവസം. എൻ്റെ കുഞ്ഞനിയെത്തി കോളേജിൽ പോകുവാൻ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ പനിയുടെ കാഠിന്യം മൂലം അവൾ തലകറങ്ങി വീഴുന്നു. ഉടനെ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ അനേക ഡോക്ടർമാർ ഒന്നിച്ചുകൂടി എൻ്റെ ഫാദറിനോട് കാര്യങ്ങൾ പറയുന്നു. ഇത് ഞങ്ങൾ സ്ത്രീകൾ അറിഞ്ഞതേയില്ല. എന്നാൽ അവരില്ലായിരുന്ന സമയത്ത് രജിസ്റ്ററിൽ പേര് ചേർത്ത് ഒപ്പിടുവാൻ എന്നോട് ആവശ്യപ്പെടുന്നു. അനിയത്തിയിലൂടെ ഐസിയുയിൽ ഓക്സിജൻ കൊടുത്ത് അരികിൽ ഞാൻ നിന്നപ്പോൾ ഏത് നിമിഷവും മരണത്തിലേക്ക് നടന്നെടുക്കുന്ന നിമിഷങ്ങളിൽ ഇതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നടക്കുന്ന സംഭവത്തിൻ്റെ നടുവിൽ നമ്മുടെ ജീവിതത്തിൽ നാം നേടിയതെല്ലാം യാതൊരു പ്രയോജനവുമില്ലാതെ വരുന്ന നിമിഷങ്ങളിൽ നമ്മെ ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത നിമിഷങ്ങൾ നിലവിളി കേൾക്കുന്ന ഒരേ ഒരു നാഥൻ, സർവശക്തൻ, നല്ല വൈദ്യൻ എൻ്റെ അരികിൽ വന്നു. ഞാൻ 142 സങ്കീർത്തനം ധ്യാനിച്ചിരുന്നു. ആ സമയത്ത് ആ 142 സങ്കീർത്തനം എൻ്റെ മനസ്സിൽ ഒരു ഗാനമായി മാറി.